നമസ്കാരം. സോളാർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ തുടർ വാർത്തകൾ വരുന്നു. അതിന് TP കേസുമായി ബന്ധമുണ്ടോ എന്ന സംശയം KK രമ ഏറ്റവും ഒടുവിലായി ഉയർത്തിയിരിക്കുന്നു. സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്നായി അത് മാറുമ്പോൾ സംസ്ഥാനത്ത് പെരുമഴ വരുന്നതിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടാണ്. അതായത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭാവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് സംഭവിച്ച മറ്റൊരു വലിയ വാർത്തയാണ്. ഒപ്പം മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്നു തുടങ്ങിയതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ CPIM സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി KK രമ MLA. കേസ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല. ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും KK രമ 24നോട് പറഞ്ഞു. ആദ്യം KK രമയുടെ പ്രതികരണം. ചർച്ചയുണ്ടായിരുന്നു. സോളാർ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ TP കേസ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് അത്തരം വിഷയം അതൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ചർച്ചയിലേക്ക് വന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകൻ തന്നെ പറയണം. ഇത്തരം കാര്യങ്ങൾ അറിയെങ്കിൽ എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചും കൂടി ആ ഡീലിൽ ഏർപ്പെട്ട ആളുകൾക്ക് അറിയാലോ. അതാണ് ഞാൻ പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് ഇതിലകത്തുള്ളത്. ആ മാധ്യമപ്രവർത്തകർ തന്നെ ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾ പുറത്തു പറയട്ടെ, ഇത്തരം സംഗതികളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യം വെളിപ്പെട്ട് വരികയാണ്. ഇനി ഇതിനകത്ത് അത്തരം ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അധികം വൈകാതെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, ഇതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഒതുക്കി തീർക്കാൻ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ അത്തരം ചില ആരോപണങ്ങൾ കൂടി അതിനൊപ്പം ഉയർന്നു വന്നതാണ്. ഇന്നിപ്പോൾ KK രമ ആ വിഷയത്തിൽ ഒരു അന്തർധാരയുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതലായി എന്തൊക്കെ പറയുന്നുണ്ട് KK രമ? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് KK രമയുടെ പ്രതികരണം തേടിയപ്പോൾ അന്ന് ഈ സോളാർ സമരം അവസാനിപ്പിച്ച സമയത്തു തന്നെ ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണോ ഈ സമരം അവസാനിപ്പിച്ചത്, അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. TP കേസ് എടുക്കുകയാണെങ്കിൽ താഴെത്തട്ടിലുള്ള നേതാക്കളിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തിയിട്ടുള്ളത്. P. മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് എന്ന് KK രമ പറയുന്നു. പൊടുന്നനെ ഒരു സമരം അവസാനിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അന്തർധാര ഉണ്ടോ എന്ന ഒരു സംശയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സംശയം എന്തായാലും ദൂരീകരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ആരാണോ ഡീല് നടത്തിയത് അവർ ഇക്കാര്യം വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ ആ സമയത്ത് ചർച്ചയായതാണ്. സോളാർ സമരം അവസാനിപ്പിക്കാനുള്ള സമയത്ത് ഇത് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ CPM-ലെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നത് തടയാനാണോ ഇത്തരത്തിൽ പൊടുന്നനെ ഈ സമരം അവസാനിപ്പിച്ചത് എന്ന തരത്തിലുള്ള ആരോപണം അന്ന് തന്നെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയും ആരോപണങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്ന് തന്നെയാണ് KK രമ പറയുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഇത്തരം ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം KK രമയ്ക്കുണ്ട്. പക്ഷേ അത് തെളിയിക്കാൻ തൻ്റെ കയ്യിൽ ആധികാരികമായ തെളിവോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എന്നവർ പറയുന്നു. സത്യം ഒരു നാൾ പുറത്തു വരും എന്നവർ പറഞ്ഞു വെക്കുന്നു. അനുജ, അതെ, ഇതിലിപ്പോൾ ഒരു അന്തർധാര കോൺഗ്രസും CPIM-ഉം തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് KK രമ MLA പ്രകടിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പരാമർശത്തിലേക്ക് കൂടി. എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റ് വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ആ സംശയം ഉണ്ട്. മിഥില തുടരുന്നുണ്ട്. മിഥില, ഇപ്പോൾ ഇതിലൊരു അന്തർധാര അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം, അത് KK രമ ഇപ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ്, UDF-നൊപ്പം നിൽക്കുകയാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനമല്ലേ? അങ്ങനെയെങ്കിൽ ഈ കേസ് ഒതുക്കി തീർത്തത് ആര് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നത് എന്നതിലൊക്കെ തീർച്ചയായും അതൊരു ഏത് തരത്തിലേക്കാണ്, ഈ ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണോ ഇപ്പോൾ ആരോപണമൊക്കെ ഉയർന്നു വരുന്നത് മിഥില? അനുജ, തീർച്ചയായും സോളാർ കേസ് മാത്രമല്ല, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധവും ഇപ്പോൾ ഉയർന്നു വരികയാണ്. കാരണം ഇത്തരമൊരു ഡീല് നടന്നോ എന്ന അല്ലെങ്കിൽ അന്തർധാര ഉണ്ടായോ എന്ന ഒരു സംശയം KK രമ തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സോളാർ കേസ്
അവസാനിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു ഡീൽ അത് ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സഹായം നൽകാനാണോ? CPM-ന്റെ ഉന്നത നേതാക്കൾ, രമയുടെ വാക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ, താഴെ തട്ടിലുള്ള നേതാക്കളിൽ മാത്രം അന്വേഷണം ഒതുങ്ങി പി. മോഹനൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളിലേക്ക് അല്ലെങ്കിൽ CPM-ന്റെ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല. അത് യാഥാർത്ഥ്യമാണ്, ഞങ്ങൾ ഇപ്പോഴും നിയമപോരാട്ടം തുടരുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ കൃത്യമായി തന്നെ ഇതിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായോ എന്ന് പൊടുന്നനെ വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരു സമരം, തിരുവനന്തപുരം ഒട്ടാകെ വലിയ രീതിയിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായ ഒരു സമരം, അത് പൊടുന്നനെ നിർത്തണമെങ്കിൽ കൃത്യമായി അതിന് പിന്നിൽ എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് KK രമ പറയുന്നത്. പക്ഷേ അവർ കൃത്യമായി അത് ആര് എന്ന കാര്യം അവർ പറയുന്നില്ല. അത് തെളിയിക്കാൻ തൻ്റെ കയ്യിൽ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കോൺഗ്രസ് ഇതിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള മറ്റ് തെളിവുകളോ ആധികാരികമായി തനിക്ക് ഇതിനെപ്പറ്റി പറയാനോ കഴിയില്ല. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ കോൺഗ്രസ് UDF-നോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ചർച്ച നടത്തുമോ അതെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി എന്നത് തനിക്ക് ഇപ്പോൾ എന്താണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തു വന്നത്, തൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും തൻ്റെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ആരാണോ ഡീല് നടത്തിയത്, അത് കോൺഗ്രസിനോട് കൂടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ആരാണോ ഈ വിഷയത്തിൽ ഡീല് നടത്തിയത്, ആ ഡീല് നടത്തിയ ആളുകൾ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണം. സത്യം എന്തു തന്നെയായാലും ഒരു കാലത്ത് പുറത്തു വരും എന്നും അവർ പറയുന്നുണ്ട്. അനൂജ, അതായത് മിഥില, ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ KK രമ തയ്യാറായിട്ടില്ല എന്നല്ലേ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും KK രമയുടെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ സോളാർ സമരം അവസാനിപ്പിച്ച ആ സമയത്തു തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ CPM-ലെ ഉന്നത നേതാക്കന്മാരിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ സോളാർ സമരം അവസാനിപ്പിച്ചത് എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അവർ പറഞ്ഞ വാക്കിതാണ്, ഇപ്പോഴും ആ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അതിലുണ്ട് അവർ ഇതിനു പിന്നിൽ ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ, തിരുവഞ്ചൂർ ഇതിൽ യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി സോളാർ സമരം അവസാനിപ്പിച്ചതിന് പിന്നിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ പോലും KK രമയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അനൂജ, മിഥില, ഇതിലിപ്പോൾ ഡീൽ നടത്തിയവർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ കൃത്യമായി ആര് മറുപടി പറയണമെന്നത് പറയുന്നില്ല. ഇപ്പോൾ UDF-നൊപ്പം KK രമ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് കൃത്യം പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത് കൃത്യമായി അവരെന്തെങ്കിലും നമ്മളോട് വ്യക്തമാക്കാൻ തയ്യാറായോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആര് ഡീല് നടത്തി അല്ലെങ്കിൽ ആരാണിത് വ്യക്തമാക്കേണ്ടത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും KK രമ പോയിട്ടില്ല. കാരണം അവരിപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന ഘടകകക്ഷി അല്ലെങ്കിൽ പോലും UDF-നൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ KK രമ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചതും KK രമ ജയിച്ചതുമെല്ലാം UDF-ന്റെ ഒരു പിന്തുണയോട് കൂടിയാണ്. ഇപ്പോൾ വടകരയിൽ ആണെങ്കിൽ UDF സ്ഥാനാർത്ഥി മത്സരിച്ചതും RMPIയുടെ ഒരു പിന്തുണയോട് കൂടിയൊക്കെ തന്നെയാണ്. അത്തരം സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു തുറന്നു പറച്ചിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. എന്തുതന്നെയായാലും ഒരു സംശയം അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഒരു അന്തർധാര ഇതിലുണ്ട്. അത് കൃത്യമായി ആരാണോ ഡീല് നടത്തിയത് അവർ അത് പുറത്തു പറയണം. അത് പുറത്തു പറയണം എന്നത് നിർബന്ധമുള്ള കാര്യമാണ് എന്നവർ പറയുന്നുണ്ട്. കാരണം സത്യം എന്തായാലും ഒരു കാലത്ത് പുറത്തു വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സമരം, സോളാർ സമരം, അത് പൊടുന്നനെ അവസാനിച്ചെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ എന്തോ ചില കാര്യങ്ങൾ ഉണ്ട്. അതുതന്നെയാണ് BJP-യും ഈ ഒരു സോളാർ കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം പുതിയ വിവാദങ്ങൾ വന്ന സമയത്ത് BJP-യും ഉന്നയിച്ച ഒരു ആരോപണം ഇതായിരുന്നു, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒത്തുതീർപ്പ് ആക്കാൻ വേണ്ടിയാണ് സോളാർ സമരം അവസാനിപ്പിച്ചത് എന്നാണ്. പക്ഷേ KK രമയ്ക്ക് കൃത്യമായി, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ KK രമയ്ക്ക് കൃത്യമായി ഇതിനൊരു മറുപടി പറയാൻ കഴിയില്ല. ആരാണ് ഡീല് നടത്തിയതെന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അവരുടെ ഒരു പാർട്ടി സാഹചര്യം എല്ലാം തന്നെ അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവർ ചില സൂചനകൾ നൽകുന്നു. ഇതിൽ കൃത്യമായ ഒരു അന്തർധാര പ്രവർത്തിച്ചിട്ടുണ്ട്, ചില സംശയങ്ങൾ ഇതിലുണ്ട്. അന്ന് അതായത് ഈ സോളാർ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നോ സംശയമുണ്ടായിരുന്നത്, ആ സംശയങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നു. അനൂഷ, മിഥില തുടരുക. ഇന്ന് ഈ വിഷയത്തിൽ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണത്തും കൂടി കണ്ടിട്ട് മിഥിലയിലേക്ക് തിരികെ എത്താം. സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. CPM ആളുകൾ അത് വിശദീകരിക്കേണ്ടി തന്നെ വരും. ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി
അവർ ചാർട്ട് ഓഫ് ഡിമാൻഡ് തന്നിരുന്നു. ആ ചാർട്ട് ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രമുഖ ഡിമാൻഡ്. ഇംപോസിബിൾ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ആ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറ്റണം എന്ന് മാണി സാർ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആലോചിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. മിഥില, ഇപ്പോൾ തിരുവഞ്ചൂർ ആ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു. ഒരിക്കൽ കൂടി ഇതിനു മുൻപും കെ രമ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതിൻ്റെ കൃത്യമായ ഗൂഢാലോചനയിലേക്കൊന്നും, ടി പി വധക്കേസിൻ്റെ ഗൂഢാലോചനയിലേക്കൊന്നും ഈ അന്വേഷണം പോയിട്ടില്ല എന്ന് പലകുറി കെ രമ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇത് പി മോഹനിലേക്ക് പോലും കൃത്യമായ അന്വേഷണം എത്തിയിട്ടില്ല എന്നും ഇന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി കെ രമ ഇതിൽ ഈ ആരോപണം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇതിനു മുൻപ് ഉന്നയിക്കാത്ത തരത്തിലേക്ക് ഒരു ഡീലിനെ കുറിച്ച് ഇന്നവർ പറയുമ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം, ആ നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ അവർ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അനൂജ, ഈ ടി പി വധവുമായി ബന്ധപ്പെട്ട് ടി പി വധത്തിന് ശേഷം അന്വേഷണം നടന്ന് ഇക്കാലം അത്രയും കെ രമ പറയുന്ന ഒരു കാര്യമാണ്, ഉന്നതരിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ ഉണ്ടായ CPM-ന്റെ ഉന്നത നേതാക്കളിലേക്ക് ഇതുവരെ ഈ കേസ് അന്വേഷണം എത്തിയിട്ടില്ല. ഈ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, അവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് കെ രമ നിയമ നടപടി ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നതും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, കുറ്റവിമുക്തരാക്കപ്പെട്ട 2 പേർ പ്രതിപട്ടികയിൽ വന്ന ഒരു സംഭവമുണ്ടായി. ആ ഒരു സമയത്തും കെ രമ പറഞ്ഞ ഒരു കാര്യം, CPM-ലെ ഉന്നത നേതാക്കൾ ഇന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ, താഴെത്തട്ടിലേക്ക് മാത്രം അന്വേഷണം എത്തി, പി മോഹനിലേക്ക് പോലും അന്വേഷണം എത്തിയില്ല, ഇതിന് ഗൂഢാലോചന നടത്തിയ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രമ ഇപ്പോഴും തൻ്റെ ആ പഴയ നിലപാടിൽ നിയമ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ ഉന്നതരിലേക്ക് എത്തിയിട്ടില്ല, ഈ കേസ് കൃത്യമായ അന്വേഷണം നടന്നില്ല, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത്തരം നിലപാടുകളിൽ കെ രമ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ഇപ്പോൾ ഈ ഒരു സോളാർ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നതരിലേക്ക് എത്തുന്നത് തടയുന്നതിനാണോ, അത്തരം ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഒരു അന്തർധാര സംശയിക്കുന്നു എന്ന് കെ രമയുടെ വാക്കുകൾ ഇവിടെയുള്ള ഒരു സാഹചര്യത്തിൽ. അനുജ, അതാണ് ഇന്നിപ്പോൾ കെ രമയുടെ പ്രതികരണം അല്പസമയം മുൻപ് വരുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണം കെ രമ ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ്. അതിൽ ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു അന്തർധാര CPI-ഉം കോൺഗ്രസുമായി തമ്മിൽ ഉണ്ടായിരുന്നോ എന്ന സംശയം അത് ബലപ്പെടുന്നു എന്നതാണ് ഇന്നിപ്പോൾ കെ രമ വ്യക്തമാക്കുന്നത്. സോളാർ സമരം ഒത്തുതീർപ്പായതിന് പിന്നിൽ TP കേസ് ഒത്തുതീർപ്പാക്കുക എന്ന ഡീലാണോ? അങ്ങനെയെങ്കിൽ ആ ഡീൽ നടപ്പാക്കിയവർ അതിന് ഉത്തരം പറയാൻ ബാധ്യത ഉള്ളവരാണ് എന്നുകൂടി കെ രമ പറഞ്ഞു വെക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് ഉണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇന്നിപ്പോൾ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, വരുന്ന 2 ദിവസം അതിതീവ്ര മഴ, അതായത് റെഡ് അലേർട്ട് എന്നുള്ളതാണ്. പെരുമഴ കേരളത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? അനുജ, നിസ്സംശയം പറയാം, അതിതീവ്രമായ മഴ അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞതനുസരിച്ച് തെക്കൻ തമിഴ്നാടിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിന്നിരുന്നു. സമാനമായി ന്യൂനമർദ്ദ പാത്തിയുടെയൊക്കെ സ്വാധീനം ആ മേഖലയിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അത് 22ഓടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്, ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വീണ്ടും ശക്തി പ്രാപിച്ച് അത് തീവ്ര ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ അറബിക്കടലിലെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് അറബിക്കടലിലേക്ക് ശക്തമാകുന്നതാണ് സംസ്ഥാനത്ത് ഈ മഴ കനക്കാൻ, അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പേ മഴ കനക്കാൻ കാരണമായി പറയുന്നത്. മെയ് 19, അതായത് നാളെയാണ് കാലവർഷം ആൻഡമാനിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് മെയ് 31 കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കാലവർഷ സമാനമായ മഴ, അതുമാത്രമല്ല അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് പല ജില്ലകളിലും ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 ദിവസം കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും
നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ് അലേർട്ട് എന്നാൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ട്, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലയിൽ തന്നെയാണ്. ആവർത്തിച്ച് മലയോര ജില്ലകൾക്കും മലയോര മേഖലയിലേക്കും ജാഗ്രതാ നിർദ്ദേശം അതായത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് മലയോര മേഖലകളിൽ സാധ്യതയുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പാലിക്കണം. രാത്രിയാത്ര, അതായത് വിനോദസഞ്ചാര മേഖല കൂടിയാണ് ഈ മലയോര മേഖലകൾ. രാത്രിയാത്ര ആ മേഖലയിലുള്ള രാത്രിയാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആ മേഖലയിൽ കൂടുതലാണ് എന്ന മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിലുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. അറബിക്കടലിൽ, അതായത് കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത്, കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുതെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. അത് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത് അപകടങ്ങളിലേക്ക് നയിക്കും. അത്തരത്തിൽ മുന്നറിയിപ്പ് ലംഘിച്ച് കടലിലേക്ക് പോയാൽ അത് അപകടങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റു ചില അതായത് നിലവിൽ ഈ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോടും സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ഒക്കെ ജാഗ്രത പാലിക്കാനും സർക്കാർ സംവിധാനങ്ങളെ മുൻകരുതൽ സ്വീകരിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ജില്ലകൾ ഇതിനോടകം ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കോറിയിങ്, മൈനിങ്, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു. മെയ് 19, 20, 21 ദിവസങ്ങളിൽ ഇത്തരത്തിൽ അലേർട്ടുകളുള്ള ദിവസങ്ങളാണ്. ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതിനാൽ മൈനിങ് പ്രവർത്തനങ്ങൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലാകട്ടെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് എത്തണം. ഏതായാലും വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഗവിയിൽ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണമുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം വിലക്കി. ഈ മാസം 23 വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്, നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് എന്നതാണ്. അതായത് ഇപ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ടോ അവിടെ? എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? അനുജ, ഇന്ന് ഉച്ച മുതൽ ഏതാണ്ട് ചിറ്റാർ പോലുള്ള അല്ലെങ്കിൽ മലയോര മേഖലകൾ, കോന്നിയുടെ മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പല മേഖലകളിലും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഴകളിലും അതുപോലെ തന്നെ ആറുകളിലുമൊക്കെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരു അമിതമായ നിലയിലല്ലെങ്കിലും സാധാരണ വറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഏതാണ്ട് വെള്ളം നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പത്തനംതിട്ട നഗരത്തിലും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർമേഘങ്ങളെല്ലാം നിറഞ്ഞൊരവസ്ഥയിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നാളെ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആശങ്കയില്ല, പക്ഷേ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. ജില്ലാ കളക്ടർ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും. അതിന് മുന്നോടിയായി അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത്, എന്തായാലും റാന്നി അതുപോലെ തന്നെ കോന്നി പോലുള്ള താലൂക്കുകളിൽ അവിടെ ഒരു മലയോര മേഖലയാണ്. സ്വാഭാവികമായി ആ പ്രദേശത്ത് ദുരന്ത സാധ്യത നിലനിൽക്കുന്ന മേഖലകളാണ്. മുൻപും സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളാണ്. ആ മേഖലകളിൽ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകളടക്കം സജ്ജീകരിക്കാൻ ഇതിനകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒറ്റ ഉദ്യോഗസ്ഥർ പോലും ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. ഇവിടേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം വന്നിട്ടുണ്ട്. 19 മുതൽ 21 വരെ ഈ കോറികളുടെ പ്രവർത്തനമടക്കം നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദുരന്തമുണ്ടായാൽ അത് നേരിടാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് അതിനിടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും തുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന പ്രവചനത്തിന് പിന്നാലെ മഴക്കാല പൂർവ്വ ശുചീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഊർജിതമാക്കി. ഇന്നും നാളെയുമാണ് സംസ്ഥാന വ്യാപക ശുചീകരണ യജ്ഞം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ശുചീകരണം. 20,000 വാർഡുകളിലായി 20 ലക്ഷം പേർ പങ്കെടുക്കും. സന്നദ്ധ സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവർ പങ്കാളികളാകും. തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിലും രാവിലെ തന്നെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ മഴക്കാലം നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് ഡെപ്യൂട്ടി മേയർ കെ രാജു അറിയിച്ചു. എല്ലാ വർഷവും തിരുവനന്തപുരം നഗരസഭ എക്കാലവും വളരെ ദീർഘവീക്ഷണത്തോടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നു.
ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നമ്മുടെ ജോലി കൃത്യമായി നഗരസഭയുടെ ആയിരക്കണക്കിനുള്ള ജീവനക്കാരെയും ഹരിതകർമ്മ സേനയും കൂടാതെ സ്വകാര്യ ആൾക്കാരെ കൂടി വെച്ചാണ് നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട തോടുകളും നീർച്ചാലകളും ഓടകളും വൃത്തിയാക്കി. ബാക്കിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികളും ഇതോടൊപ്പം നീക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. ഇപ്പോൾ പ്രേക്ഷകർ നമ്മെ അറിയിക്കുന്നുണ്ട്, എറണാകുളത്ത് കിടിലൻ മഴയാണ്, പാലായിൽ സൂപ്പർ മഴ, അതുപോലെ ഇരിട്ടി കക്കയങ്ങാട് നല്ല മഴയുണ്ട് എന്നൊക്കെ. നിലവിൽ കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്ന വിവരം ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാഹുൽ, കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേനൽ മഴ ശക്തമായി ഉണ്ടായിരുന്നു. പ്രധാനമായും മലയോര മേഖലയിലൊക്കെ ആയിരുന്നു മഴയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് മഴയുള്ളത്? അനുജ, കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ കഴിഞ്ഞ അരമണിക്കൂറായി കനത്ത മഴയാണ്. കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നുൾപ്പെടെ അടുത്ത 4 ദിവസം കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മഴക്കാലത്തിന് മുന്നോടിയായി മഴ കനക്കും എന്ന് തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മഴയിൽ കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെട്ടിരുന്നു. ഈ നഗരസഭയുടെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് മൂലം വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ മഴ കനക്കുന്ന സാഹചര്യമാണ്. ഈ വരും മണിക്കൂറുകളിൽ മഴ ഇങ്ങനെ ശക്തമായി നിന്നാൽ ഒരുപക്ഷെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടിന് ഉൾപ്പെടെ കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ലഭിക്കുന്നത്. അനുജ, കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ, മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ നല്ല മഴ കഴിഞ്ഞ ഏതാനും മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ തമിഴ്നാട്ടിലും മഴ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഊട്ടി ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഊട്ടിയിൽ ട്രാക്കിൽ പാറകൾ വീണതിനാൽ മൗണ്ടൻ ട്രെയിൻ സർവീസ് റദ്ദാക്കി. തേനി, ദിണ്ടിഗൽ, തെങ്കാശി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, കഴിഞ്ഞ ദിവസവും ചില അപകടത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്ന്. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 19-ാം തീയതി, അതായത് നാളെ 3 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തേനി, തെങ്കാശി, തിരുനെൽവേലി ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 20-ാം തീയതി തേനിയിലും തെങ്കാശിയിലും തിരുനെൽവേലിക്കും പുറമെ കന്യാകുമാരിയിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല 19-ാം തീയതി നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20-നാണെങ്കിൽ വിരുദനഗർ ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 13 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ തുടങ്ങിയ മേഖലകളിലേക്ക് എന്തായാലും അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീരദേശ മേഖലകളിലൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു അലേർട്ട് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ടൂറിസം കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഊട്ടി, തെങ്കാശി, ഹൊഗനക്കൽ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം പരമാവധി സഞ്ചാരികൾ വരാതിരിക്കുക, പക്ഷേ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൈക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ്. കാരണം തെങ്കാശിയിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്, പഴയ കുற்றாലത്ത് വലിയ തോതിലാണ് വെള്ളപ്പൊക്കം, മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ഒരു യുവാവ് മരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും അത്തരം വിനോദസഞ്ചാര ഗതി ഇപ്പോൾ ഇന്നലെ അപകടമുണ്ടായ സാഹചര്യത്തിൽ ഈ കുற்றாലത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികൾ കൂടി എന്തായാലും ഉണ്ട്. എന്തായാലും വരുന്ന 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ തമിഴ്നാട്ടിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അനുജ, ശരി. തമിഴ്നാട്ടിലും വിവിധ ജില്ലകളിൽ ഊട്ടി ഉൾപ്പെടെയാണ് മഴ മുന്നറിയിപ്പുള്ളത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട്. കേരളത്തിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പിന്റെ വാർത്തയൊക്കെ വരുമ്പോൾ പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട് എന്നൊക്കെയുള്ള വിവരം വരുമ്പോഴാണ് ഉത്തരേന്ത്യ ഉഷ്ണതരംഗത്തിൽ വെന്തുരുകയാണ് എന്ന വിവരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഡൽഹിയിലെ താപനില. വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉത്തരേന്ത്യയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. ഡൽഹിയിലെ നജഫ്ഗഡ് മേഖലയിലാണ് അത്യുഷ്ണം ഏറ്റവും കൂടുതൽ. താപനില 47.4 ഡിഗ്രി സെൽഷ്യസിലെത്തി. ഹരിയാനയിലെ സിർസയിൽ 47.1 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ചൂട്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ താപനില 46.9 ഡിഗ്രിയും മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ 44.9 ഡിഗ്രിയും രേഖപ്പെടുത്തി. രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ താപനില 45 ഡിഗ്രി മറികടന്നു. काम करने की बहुत दिक्कत है, फोटो नहीं रही, इसलिए पैर रखा है, कहा वो ये कैप लगा रखी, बहुत ज़्यादा गर्मी है, अब तो बुरा हाल हो गया, देखो पसीने के मारे फोटो मारते मारते
लेकिन गर्मी इतनी है, यहाँ कोई व्यवस्था है नहीं है। टैक्सी खड़ी है, टैक्सी कहीं खड़ी करने की जगह नहीं है ढंग से। ड्राइवर कोई छाया की जगह नहीं है ड्राइवरों के लिए। രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 4 ദിവസം കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജൂൺ മാസത്തിലാണ് ഉത്തരേന്ത്യയിൽ ചൂട് പാരമ്യത്തിലെത്താറ്. എന്നാൽ മെയ് പകുതിയോടെ തന്നെ ചൂട് 47 ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ വലിയ ആശങ്കയിലാണ് ഉത്തരേന്ത്യയിലെ ജനം. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് യദു ഓടിച്ച ബസ്സിൽ വേഗപ്പൂട്ട് അഴിച്ച നിലയിലെന്ന് MVDയുടെ കണ്ടെത്തൽ. GPS സംവിധാനമുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല. കന്റോൺമെന്റ് പോലീസിന്റെ ആവശ്യപ്രകാരമാണ് MVD പരിശോധന നടത്തിയത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ തർക്കമൊക്കെ ഉണ്ടായിട്ട് ദിവസങ്ങൾ കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? അനുജ, മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിലവിൽ കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് ബസ്സിൽ പരിശോധന നടത്തിയത്. ഈ ബസ്സിൽ പരിശോധന നടത്തണമെന്നൊരു ആവശ്യം പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ വയ്ക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ചില കണ്ടെത്തലുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ബസ്സിൽ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നു. ഒപ്പം GPS സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞ 2 മാസമായി വേഗപ്പൂട്ട് ഈ ബസ്സിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം. ഇതെന്തുകൊണ്ട് ഇത് മാറ്റിയെന്ന കാര്യം അടക്കം ഇനി പോലീസ് പരിശോധിക്കുന്നുണ്ടാകും. എന്തായാലും ഇന്ന് നടത്തിയ പരിശോധനയിൽ വിശദമായൊരു റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കൈമാറും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദുവിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മേയറും പിന്നീട് ഒരു നടിയടക്കം യദുവിനെതിരെ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് പരിശോധന നടത്തുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു, ഒപ്പം മോശമായി പെരുമാറി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കന്റോൺമെന്റ് പോലീസ് മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. പ്രതീക്ഷിതിൽ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലെ അന്വേഷണം എവിടെ വരെ എത്തി? അനുജ, അടിമുടി ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും തുടരുന്നത്. ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും ആ അന്വേഷണം എങ്ങും എത്തിയില്ല. KSRTC ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KSRTC MDയുടെ നേതൃത്വത്തിലും അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലും കൃത്യമായൊരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഡിപ്പോയിൽ ബസ് എത്തിയ ശേഷം ഇതിൽ നിന്ന് ബോധപൂർവം മെമ്മറി കാർഡ് ഊരി മാറ്റി എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. പക്ഷേ ഇത് ആര് ഊരി മാറ്റി എന്നതാണ് ഇതുവരെയും സ്ഥിരീകരിക്കാത്ത കാര്യം. ആ ഘട്ടത്തിൽ ഈ തമ്പാനൂർ KSRTC ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങൾ, ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ, ഇവരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇത് ആര് മാറ്റിയെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. അതിപ്പോഴും ഈ ഒരു സ്ഥിരീകരണവും ഇല്ലാതെ തുടരുകയാണ്. അതിനൊപ്പമാണ് മറ്റ് നടപടികളിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടക്കുന്നത്. അനുജ, യദു ഓടിച്ച ബസ്സിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. MVD കന്റോൺമെന്റ് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയുണ്ടായത്. വേഗപ്പൂട്ട് അഴിച്ചു മാറ്റിയ നിലയിൽ GPS സംവിധാനമുണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അത്തരത്തിലേക്കുള്ള നിയമലംഘനങ്ങളൊക്കെ ഈ ബസ്സിലുണ്ട് എന്നതിന്റെ സൂചന, വിശദാംശങ്ങളാണ് പ്രതീഷ് നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. ആം ആദ്മി പാർട്ടി MP സ്വാതി മല്ലിവാളിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അറസ്റ്റിൽ. അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിൽ സ്വാതി മല്ലിവാളിന്റെ ശരീരത്തിൽ പരുക്കേറ്റു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതേസമയം സ്വാതി മല്ലിവാളിനെതിരെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്നും രംഗത്തെത്തി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചത് വലിയ പ്രതിരോധത്തിലാകുന്ന വിഷയം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വിഷയം അന്തരീക്ഷത്തിൽ പുകയുന്നുണ്ട്. ഇപ്പോൾ പരുക്കുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. എന്നാൽ ആം ആദ്മി പാർട്ടി അത് നിഷേധിക്കുന്നു. ആ തരത്തിലേക്ക് ചില പ്രസ്താവനകൾ പുറത്തിറക്കുന്നു. എത്രത്തോളം ഗുരുതരമാണ് സംഭവവികാസങ്ങൾ? ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതാദ്യമായി വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? അനുജ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആം ആദ്മിക്കെതിരെ അല്ലെങ്കിൽ കേജ്രിവാളിൻ്റെ വസതിയിൽ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലെ MPക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന പരാതി
ഉയരുന്നത്. തുടർന്നുണ്ടായ വലിയ വിവാദങ്ങളാണ് ഈ ആം ആദ്മി പാർട്ടി കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും അതിലിപ്പോൾ സ്വാതി മലിവാളിൻ്റെ പരാതിയിലാണ് ബിഭവ് കുമാറിനെ ഡൽഹി പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ ഇപ്പോൾ സിവിൽ ലൈനിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ സ്വാതി മലിവാളിൻ്റെ പരാതി ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും ഒരു ദൃശ്യം പാർട്ടി പുറത്തുവിടുന്ന ഒരു രീതിയാണ് കണ്ടത്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയുടെ മുൻപിലെ ഗേറ്റിൻ്റെ അവിടുത്തെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. അതിൽ സ്വാതി മലിവാളിനെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം PCR കോളിനെ തുടർന്ന് എത്തിയ ഡൽഹി പോലീസ് സംഘത്തെയും ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് സ്വാതി മലിവാൾ പരാതിയിലൂടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കളവാണെന്നാണ് ആം ആദ്മി പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ ആരോപണത്തിൽ സ്വാതി മലിവാൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വസതിയിലെത്തിയ ഡൽഹി പോലീസ് CCTV ദൃശ്യങ്ങളുടെ DVR സീൽ ചെയ്ത് കൊണ്ടുപോവുകയുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു, മറുവശത്ത് ഇതിനെ രാഷ്ട്രീയമായി കൂടി ആം ആദ്മി പ്രതിരോധിക്കുകയാണ്. കാരണം ആ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുൻപിലുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു വെല്ലുവിളി ഉയർന്ന തരത്തിലേക്ക് ഈ സംഭവ വികാസങ്ങൾ മാറാതിരിക്കുവാൻ കൂടിയാണ് അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നത്. കാരണം ഈ ആരോപണം ഉയർന്നതിന് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ട്. അനുജ, തീർച്ചയായിട്ടും. കാരണം ഇതുവരെയും BJP അടക്കം ഉന്നയിച്ചത് ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ മൗനം പാലിക്കുകയാണ്, യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് 5 മണിക്ക് ചേരുന്ന വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കേജ്രിവാൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് മറ്റൊരു തരത്തിൽ ആം ആദ്മിക്ക് അത് വെല്ലുവിളിയാകുന്നു, അല്ലെങ്കിൽ അത് ഉയർത്തിയുള്ള BJPയുടെ പ്രചാരണം അത് ആം ആദ്മിക്ക് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേജ്രിവാളിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ സംഭവം നടക്കുന്നത് കേജ്രിവാളിന്റെ വസതിയിൽ വെച്ചാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന വിഷയം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമുക്ക് 5 മണിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ കഴിയും. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPIM. പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവർക്കായാണ് സ്മാരകം നിർമ്മിച്ചത്. ഈ മാസം 22-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 2015 ജൂൺ 6-നാണ് പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു, സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ. സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി AKG നഗറിലെ പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. CPIM രക്തസാക്ഷികളുടെ ഔദ്യോഗിക പട്ടികയിലും ഇരുവർക്കും ഇടം നൽകി. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വമെന്ന ഔദ്യോഗിക വിശദീകരണം. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിയാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ മാസം പാനൂർ മൂളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPIM അനുഭാവിയായ ഷെറിൻ കൊല്ലപ്പെട്ടിരുന്നു. 24 കണ്ണൂർ. ബുധനാഴ്ചയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. ആ വാർത്തയ്ക്കൊപ്പം നടക്കാനില്ലെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് പ്രതികരിച്ചു.
വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം. സജോ, ഇതിപ്പോൾ പാനൂർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായിട്ടൊക്കെ ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനം, അതിലൊരു CPIM അനുഭാവി കൊല്ലപ്പെട്ടത്, അതൊക്കെ അന്ന് വലിയ വാർത്തയാകുന്നു, പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ ഈ തരത്തിലേക്കൊരു സ്മാരകം നിർമ്മിക്കുന്നു, അത് ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തുന്നു. അദ്ദേഹം ഇന്ന് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, ഈ വാർത്തയ്ക്കൊപ്പം നടക്കാനില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും പ്രതിപക്ഷം ഈ വിഷയത്തിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? അനുജ, ഇന്നിപ്പോൾ അല്ലെങ്കിൽ സമീപകാലത്ത് CPIM പുതുതായി സ്വീകരിച്ചൊരു നിലപാടിൻ്റെ തുടർച്ചയല്ല. 2015 ജൂൺ 6-നാണ് ഇരുവരും 2 CPIM പ്രവർത്തകർ സുബീഷും ഷൈജുവും കൊല്ലപ്പെടുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ CPIM അവരെ ഔദ്യോഗിക രക്ഷസാക്ഷികൾ എന്ന നിലയ്ക്ക് തന്നെ കണ്ടു തുടങ്ങി. 2016 മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ വർഷം വരെ കൃത്യമായി എല്ലാ ജൂൺ 6-നും രക്തസാക്ഷി ദിനാചരണങ്ങൾ വിപുലമായി തന്നെ CPIM ആചരിച്ചു പോരുന്നുമുണ്ട്. അതിൽ സംസ്ഥാന സെക്രട്ടറി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പ്രാദേശിക നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ കാലം എന്നത് 2015 ജൂൺ മാസം ആ കാലയളവെന്നത് OK വാസു മാസ്റ്റർ BJPയിൽ നിന്ന് പാനൂർ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹം BJPയിൽ നിന്ന് CPIM പാളയത്തിലേക്ക് എത്തിയൊരു ഘട്ടമാണ്. അതിനുശേഷം തുടർച്ചയായ ആക്രമണങ്ങൾ BJP RSS സംഘങ്ങൾ നടത്തി. അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടിയുടെ അവിടുത്തെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതായത് അവർ തുറന്നു തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി തുറന്നു തന്നെ പ്രാദേശിക നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് ഇരുവരും കൊല്ലപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ വിചാരണയടക്കം ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ആ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരിക്കേറ്റവരും ആ സമീപത്തിലുള്ള മറ്റു ചില ആളുകളുമൊക്കെ ചേർത്ത് CPIM പ്രവർത്തകരോ അനുഭാവികളോ ആയ ആളുകൾക്കെതിരെ കേസെടുക്കുകയും അതിൻ്റെ വിചാരണ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് തീർന്നിട്ടില്ല. അതുകൊണ്ട് ആ കേസ് തീർന്നാൽ മാത്രമേ കോടതിയുടെ അന്തിമ വിധി വരും വരെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന ഒന്നാമത്തെ ന്യായവാദം പറയുന്നു. 2, അവിടെ ഇങ്ങനെ ഏകപക്ഷീയ ആക്രമണം ഉണ്ടായി, ഒരാൾ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, OK വാസു മാസ്റ്റർ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ തുടർച്ചയായ ഏകപക്ഷീയ ആക്രമണം ഉണ്ടായപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധം ഒരുക്കിയത്. അങ്ങനെ ഒരു പ്രതിരോധമാണ് ആ ബോംബ് നിർമ്മാണം. അതുകൊണ്ട് രക്തസാക്ഷികളെ അപമാനിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ന്യായവാദമാണ് CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. CPIM ഏതെങ്കിലും നിലയ്ക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അവിടെ ഈ സ്മാരക സ്തൂപം അനാച്ഛാദനം ചെയ്യുക. അദ്ദേഹം അവിടെ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. CPIMന്റെ ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ ഇങ്ങനെയാണ്. അവർ ഏതെങ്കിലും നിലയ്ക്ക് അത് ബോംബ് ഇടയുണ്ടായ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന നിലപാട് CPIM ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ശരി, ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി, അതിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിയുന്നു, അത് ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി എത്തുന്നു. ബുധനാഴ്ചയാണ് ഉദ്ഘാടനം. എന്നാൽ അതിൽ നിലവിൽ പ്രതികരിക്കാനില്ല, ഉദ്ഘാടനം നടക്കട്ടെ എന്നതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിലാണ് വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചത്. ഭീകരപ്രവർത്തനത്തെ CPIM താലോലിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തെ CPIM വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതികരിക്കും. ഇപ്പോൾ എന്താണ് അവർ ഉന്നയിക്കുന്ന വിമർശനം? അതായത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രവർത്തകർക്ക് സ്മാരകമൊരുക്കുന്നതിനെ കോൺഗ്രസ് വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും ഒരേ സ്വരത്തിലാണ് ഈ ഒരു പ്രവൃത്തിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ താലിബാനൊക്കെ ചെയ്യുന്നതിന് സമാനമായ പ്രവൃത്തിയാണ് CPM കേരളത്തിൽ ചെയ്യുന്നത്. ഭീകരപ്രവർത്തനത്തെ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന തലത്തിലുള്ള താലോലിക്കുന്ന തലത്തിലുള്ള നിലപാടാണ് CPIM സ്വീകരിക്കുന്നതെന്നാണ് K സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട വിമർശിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സ്മാരകം നിർമ്മിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയാണിത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസ് തയ്യാറാവണം. MV ഗോവിന്ദൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയും കേസെടുക്കണമെന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവും ആവശ്യം ഉന്നയിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കോൺഗ്രസിൽ നിന്നും വരുന്നത്. സംസ്ഥാനത്ത് വലിയ തോതിൽ അക്രമങ്ങൾക്കെതിരെ CPM ശബ്ദം ഉയർത്തുമ്പോഴും ഇത്തരം ബോംബ് സ്ഫോടനങ്ങളും മറ്റും നടക്കുമ്പോൾ അതിനെ എതിർക്കുമ്പോഴും ഇല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിലൂടെ അവർ പാർട്ടിയുടെ കൂടി ആവശ്യങ്ങൾ നിറവേറ്റി എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം വരും ദിവസങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, പറഞ്ഞതിലും നേരത്തെ വിദേശയാത്ര മതിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി.
അതീവ രഹസ്യമായിട്ടായിരുന്നു മടങ്ങിവരവ്. സോളാറിൽ ഉൾപ്പെടെ പുതിയ വിവാദങ്ങൾക്കിടയിലേക്കാണ് മുഖ്യമന്ത്രി വിമാനമിറങ്ങിയത്. പോയതിലും വന്നതിലുമെല്ലാം സസ്പെൻസ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്നാണ് നേരത്തെ മന്ത്രിസഭയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. അവസാന നിമിഷം മാറ്റത്തിൽ ഇന്ന് പുലർച്ചെ 3:15 ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. തിരികെ എത്തിയ മുഖ്യമന്ത്രി കത്ത് ചോദ്യങ്ങളേറെ. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാതെ വിദേശയാത്ര നടത്തിയെന്ന വിമർശനം ഒരു വശത്ത്. ഡൽഹിയിലും ബംഗാളിലും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്നത് കാത്തിരിക്കണം. വിദേശയാത്ര രാജ്ഭവനെ പോലും അറിയിച്ചില്ല എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒഴിവു വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി LDF-ൽ ഉയർന്നിട്ടുള്ള അവകാശവാദങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഇന്നലെ പുറത്തു വന്ന സോളാർ ഒത്തുതീർപ്പ് വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാണ്. എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കും. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചത് ആശ്വാസമാണ്. ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. സ്വകാര്യ സന്ദർശനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവം യാത്രയ്ക്കുണ്ടായിരുന്നോ എന്നതും ഇനി അറിയണം. എല്ലാം വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് കാത്തിരിക്കാം. 24 തിരുവനന്തപുരം. ഇനി സ്പോർട്സ് രംഗത്ത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണത്. പ്രിയതാരം ആഡ്രിയാൻ ലൂണ ടീമിൽ തുടരും. ലൂണയുമായുള്ള കരാർ 2027 വരെ നീട്ടിയിരിക്കുന്നു എന്നതാണ് വാർത്ത. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, സ്പോർട്സ് പ്രേമികൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത, വിവരങ്ങൾ. തീർച്ചയായും അനുജ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് അവരുടെ നായകൻ അഡ്രിയാൻ ലൂണ ക്ലബിൽ തുടരുമെന്ന വാർത്ത. അവരുടെ പ്രിയപ്പെട്ട കോച്ച് ഇവാൻ വുക്കോവിനോവിച്ച് ഈ സീസണിനൊടുവിൽ ക്ലബ്ബ് വിട്ടിരുന്നു. അത് വലിയ നിരാശയായിരുന്നു. അപ്പോൾ തന്നെ ആരാധകർ ആശങ്കയിൽ ആഴ്ത്തിയിരുന്ന കാര്യം ക്യാപ്റ്റനും കോച്ചിന് പിന്നാലെ പോകുമോ എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അദ്ദേഹം ക്ലബിൽ തുടരും. അദ്ദേഹം ക്ലബ്ബുമായിട്ടുള്ള കരാർ പുതുക്കി. ഇത്തവണത്തെ പ്ലേ ഓഫിൽ കളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് 2 വർഷം കൂടി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2027 വരെയാണ് പുതിയ കരാർ. ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച വിദേശ താരമാണ് അഡ്രിയാൻ ലൂണ. 53 മത്സരങ്ങളിലാണ് ISL അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചത്. 13 ഗോളും 17 അസിസ്റ്റും ഇതുവരെ നേടിയിട്ടുണ്ട്. 2021 സീസണിലാണ് ഉറുഗ്വേയൻ താരമായ അഡ്രിയാൻ ലൂണ ക്ലബിലെത്തിയത്. വളരെ എളുപ്പം തന്നെ ക്ലബിന്റെ എല്ലാ നീക്കങ്ങളിലും ഒക്കെ തന്നെ പ്രധാന താരമായി, ഇല്ലെങ്കിൽ ക്ലബിന്റെ ഈ മധ്യനിരയോടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഗോൾ അടിപ്പിച്ചും ക്ലബിനെ ഫൈനലിലേക്കൊക്കെ തന്നെ നയിച്ചത്, 2 തവണയും നയിച്ചത് അഡ്രിയാൻ ലൂണയുടെ മികവിലായിരുന്നു. എന്തായാലും അഡ്രിയാൻ ലൂണ തുടരുന്നത് വലിയ സന്തോഷം നൽകും. 10 സീസണായിട്ടും ഇതുവരെ കപ്പ് എടുക്കാൻ സാധിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലെങ്കിലും ഒരു കപ്പ് എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും ഇറങ്ങുക. അപ്പൊ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് എന്തായാലും അഡ്രിയാൻ ലൂണ മുന്നിൽ നിന്ന് നയിക്കാൻ അഡ്രിയാൻ ലൂണ ഉണ്ടാകും. അനുജ, ആഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്ന സന്തോഷ വാർത്തയോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടിയതുമായി ഗോകുൽ രവിയും സോന ജെറിയും. നമസ്കാരം.